60 ഹദീസ് ദുർബലപ്പെടുത്തി എന്ന് പറയാന്നല്ലാതെ അത് എനിക്കൊരിക്കലും എഴുതി തന്നിട്ടില്ല. കണ്ടോ? അപ്പൊ 60 ഹദീസുകളെ ദുർബലാക്കിയതാരാ? അദ്ദേഹം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഏതൊക്കെ ഹദീസാണ് ദുർബലപ്പെടുത്തി നമ്മൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കണം. അത് അദ്ദേഹത്തിന് അറിഞ്ഞൂടെ? അദ്ദേഹത്തിന് തന്നെ അറിയില്ലേ ഏതൊക്കെ ഹദീസ ദുർബലപ്പെടുത്തിയത്? പക്ഷെ അദ്ദേഹം പറയും അങ്ങനെ ഇല്ല, നേരെ മറിച്ച് അങ്ങനെ ദുർബലപ്പെടുത്തിയിട്ടില്ല, ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുക്കണമെന്നാണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രം അദ്ദേഹം ആ സീഡിൽ പറയുന്നത്. വീണ്ടും പറയുന്നു അതേ കാര്യം തന്നെ. ഒന്നുകൂടി കേട്ടോളൂ. അതാ ഞാൻ അതുകൊണ്ടാണ് ഈ ഞാൻ ദുർബലപ്പെടുത്തിയ 60 ഹദീസുകൾ ഏതാണെന്ന് എഴുതി തരാൻ വേണ്ടി ഇവരോട് പറഞ്ഞിട്ട് ഇതുവരെ ഇവർ എഴുതി തരാൻ മടി കാണിക്കുന്നത്. കണ്ടോ? അപ്പോ എഴുതി തരാൻ മടി കാണിക്കുകയാണ്, നമ്മൾ എഴുതി കൊടുക്കുന്നില്ല. എഴുതി കൊടുത്താൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഈ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ പരിപാടിക്കെതിരെ മറുപടി പ്രസംഗം നടത്തി ഇമാം ബുഖാരി എതിർത്തവരോട് ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ബുഖാരിയുടെ ഹദീസിനെ എതിർക്കുക, എന്നാൽ നിങ്ങൾ സലാസുല്ലമിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് ഇറക്കി അല്ലെങ്കിൽ നാടുനീളെ പ്രചരിപ്പിക്കുന്ന സീഡിയിൽ സലാസുല്ലമി ചോദിക്കണം ഏത് ഹദീസാ ഞാൻ എതിർത്തത്, ഏത് ഹദീസാ എതിർത്തത്, ഏതാണ് ശരി, ഏതാണ് ശരി? ഇനി അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായും നമുക്ക് സംശയമുണ്ടാകും, അല്ല ഇതേ സുല്ലമി തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് ഞാൻ 60 ഹദീസുകൾ ദുർബലമാക്കിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏത് സുന്നത്താ നഷ്ടപ്പെട്ടത് എന്ന് ഇതേ മടവൂരി നേതാവ് തന്നെയാണല്ലോ ചോദിച്ചത്, പിന്നെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ടാകും. അതിനും സുല്ലമി മറുപടി പറഞ്ഞു തരികയാണ്. എന്താ മറുപടി? കേട്ടോളൂ. ഇനി ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞെന്തായിട്ടുണ്ടോ, ഇവർ പറയുന്നത് പോലെ ഞാൻ ബുഖാരിലെ 60 ഹദീസുകൾ സ്വയം ദുർബലപ്പെടുത്തി എന്ന് നമ്മൾ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനം പിന്തുടർന്നു വന്ന വിശ്വാസത്തിനോ കർമ്മങ്ങൾക്കോ അത് പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ദുർബലപ്പെടുത്തിക്കണമെന്നല്ല, വലൗ സമീഉ മസ്തജാബു ലക്കുന്ന ഖുർആൻ പറഞ്ഞില്ലേ, കേട്ടാൽ തന്നെ ഉത്തരം നൽകൂല. ലോകാന ഫീഹിമ ആലിയത്തുൽ അള്ളാഹ് അല്ലാതെ 2 ഇലാഹ് ഉണ്ടായിരുന്നെങ്കിൽ ഭൂമിയും ഒക്കെ കുഴപ്പത്തിൽ, ആകാശവും ഭൂമിയും കുഴപ്പത്തിലാവുമെന്ന് പറഞ്ഞ് അതൊക്കെ സാങ്കല്പിക, 2 ദൈവം ഉണ്ട് എന്നല്ല, അല്ലെങ്കിൽ മരിച്ചവർ കേൾക്കുമെന്നല്ല. അങ്ങനെ ഉണ്ടായാൽ ആ നിലക്ക് ഞാൻ പറഞ്ഞതാണ്. കണ്ടോ? അപ്പോ ദുർബലപ്പെടുത്തിയിരിക്കുന്നതല്ല, പിന്നെന്താ? അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ 60 ഹദീസ് ഞാൻ ദുർബലപ്പെടുത്തി എന്ന് സങ്കല്പിച്ചാൽ തന്നെ, ഏതുപോലെ വലൗ സമീഉ മസ്തജാബു ലക്കും, അവർ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം തരില്ല എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ 60 ഹദീസുകൾ നിഷേധിച്ചു എന്ന് സങ്കല്പിച്ചാൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏത് സുന്നത്താ നഷ്ടപ്പെട്ടത് എന്നാണ് ഞാൻ അന്ന് ചോദിച്ചത് എന്നാ. അപ്പൊ എന്ത് മനസ്സിലായി? സുല്ലമി ഒറ്റ ഹദീസും നിഷേധിച്ചിട്ടില്ല, മടവൂരികൾ ഒറ്റ ഹദീസും നിഷേധിച്ചിട്ടില്ല എന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫത്തുഹുൽ ബുഖാരി പരിഭാഷ പരിശോധിച്ചാൽ പല ഹദീസിന്റെയും അവസാനത്തിൽ എഴുതി കാണാൻ, ചോട്ടിൽ എഴുതി കാണാം ഈ ഹദീസ് വിമർശന വിധേയമാണ്. ബുഖാരിയുടെ പരിഭാഷ എഴുതിയിട്ട് ബുഖാരിയിലെ ഹദീസിന്റെ ആ ചുവട്ടിൽ ഇദ്ദേഹത്തിന്റെ വക എഴുതി വെക്കുമെന്ന്, ഈ ഹദീസ് വിമർശന വിധേയമാണ്, ഈ ഹദീസ് വിമർശന വിധേയമാണ്, ഇന്ന പണ്ഡിതൻ ഈ ഹദീസിനെ വിമർശിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ എഴുതി വെക്കും. അപ്പോ അതെന്തിനാ എഴുതി വെച്ചത്? എന്തിനാ അതെഴുതി വെച്ചത്? അപ്പൊ അതെഴുതി വെച്ചത് ആ ഹദീസിനെ തള്ളാനാണോ? അല്ല. ആ ഹദീസ് ദുർബലമാണെന്ന് പറയാനാണോ? അല്ല. സുല്ലമി പറയുന്നത് കേട്ടോളൂ. ഇനി ആ ബുഖാരിയുടെ പരിഭാഷയിൽ ഇതാണ് ആ 3-ാം പരിഭാഷ, 3-ാം പാളയം. ഇതിൻ്റെ മുഖദ്ദിമയിൽ ഒരു ഭാഗം കേൾപ്പിച്ചു തരാം. ഈ പരിഭാഷയിൽ ചില ഹദീസുകൾക്ക് വിമർശനം നൽകിയിട്ടുണ്ട്, ന്യൂനതകൾ വിവരിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, പ്രസ്തുത പൂർവികരും ആധുനികവുമായ ചില പണ്ഡിതന്മാർക്കുള്ള വീക്ഷണം വിജ്ഞാനത്തിൽ വർധനവ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എടുത്തു കാണിച്ചതാണ്. എ അബ്ദുസലാം സുല്ലമി. മുഖദ്ദിമ ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ഇങ്ങനെ വിമർശനം വിധേയമായ ചില വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായ ഉദ്ദേശ ലക്ഷ്യം വരെ ഞാനിവിടെ വിവരിക്കുകയുണ്ടായി. കണ്ടോ? അപ്പൊ എന്തിനാണ് ഈ വിമർശനം ഉന്നയിച്ചത്? അല്ലെങ്കിൽ വിമർശന വിധേയമായ കാര്യം എടുത്തു പറയുന്നത് വിജ്ഞാനത്തിന്റെ വർധനവിന് വേണ്ടി മാത്രമാണ്. അത് മുഖദ്ദിമയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിജ്ഞാന വർധനവല്ലാതെ അതിനെ നിഷേധിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ബുഖാരിയിലെ ഹദീസിനെ തള്ളുക എന്നത് ഉദ്ദേശിച്ചിട്ടില്ല. വിജ്ഞാന വർധനവിന് വേണ്ടിയാണെന്ന് മുഖദ്ദിമയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ്. ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല. അപ്പൊ പിന്നെ ഒരു സംശയമുണ്ട്, അല്ല നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞു നടക്കുന്നത് ബുഖാരിയിലെ ഹദീസുകളെ പല പണ്ഡിതന്മാരും എതിർത്തിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞു പോയ പല മുഹദ്ദിസുകൾ തന്നെ ബുഖാരിയിലെ ഹദീസുകളെ എതിർത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെയാണല്ലോ പറയുന്നത്. അപ്പോ അത് ശരിയാണോ? നിങ്ങൾ അങ്ങനെ
ആ മുൻഗാമികൾ അല്ലെങ്കിൽ മുഹദ്ദിസുകളായ ആളുകൾ തള്ളി എന്ന് പറയുന്ന ഹദീസിനെ, ആ ഹദീസിനെയാണോ നിങ്ങൾ തള്ളുന്നത്? അപ്പൊ സുല്ലമി പറയണം അല്ല, നേരെ മറിച്ച് മുൻഗാമികളായ പൂർവസൂരികളായ മുഹദ്ദിസുകൾ തള്ളിയ ഹദീസിനെയും ഞാൻ എന്റെ കഴിവിനനുസരിച്ച് സഹിഹാക്കുകയാണ്. വളരെ പ്രധാനത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞുപോയ മുൻഗാമികളായ പൂർവസൂരികളായ ആരെങ്കിലും ബുഖാരിയിലെ ഹദീസിനെ തള്ളിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പോലെ എന്റെ കഴിവിനനുസരിച്ച് കൊണ്ട് ഞാൻ സഹിഹാക്കുകയാണ്. ഇതാണ് സുല്ലമി പറയുന്നത്. കേട്ടോളൂ ആ ഭാഗം. പിന്നെ 60 ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദുർബലപ്പെടുത്തിയ 60 ഹദീസ് ഏതാണെന്ന് രേഖപ്പെടുത്തി എനിക്ക് തരണം. അതേ സമയത്ത് ഞാൻ വിശദീകരിച്ച് ബുഖാരിൻ്റെ 60-ലധികം ഹദീസുകൾ പൂർവികന്മാർ ഇവർ അംഗീകരിക്കുന്ന ഹാഫിലിങ്ങൾ വിമർശിച്ചതിനെ ഞാൻ എൻ്റെ കഴിവനുസരിച്ച് സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ എങ്ങനെ 60-ലധികം ഹദീസുകൾ നമ്മൾ അംഗീകരിക്കുന്ന ഹാഫിദുകൾ എന്തെടുത്തു, അതിനെ വിമർശിച്ചിട്ട് തന്നെ ഇദ്ദേഹം അതിനെ സഹിഹാക്കുകയാണ് ചെയ്തത് എന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഇപ്പൊ എല്ലാ പ്രശ്നവും അവസാനിച്ചില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസാനിച്ചു. അപ്പൊ സുല്ലമി നന്നായില്ലേ? നന്നായി. മടവൂരികൾ നന്നായില്ലേ? അത് നന്നായി എന്ന് പറയാൻ കഴിയില്ല. കാര്യം കുഴിപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യവും പ്രസംഗിക്കുന്നത് ബുഖാരിയിൽ വിമർശന വിധേയമായ ഹദീസ് ഉണ്ട് എന്നാണ്. മാന്യ സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സത്യസന്ധമാണോ, യഥാർത്ഥമാണോ, ഹക്കാണോ, നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ, അന്വേഷിക്കേണ്ടതല്ലേ? ഇങ്ങനെ മാറിയാൽ അൽഹംദുലില്ലാഹ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അധ്വാനത്തിന് ഫലം കണ്ടു. ഇതാണ് ശരിയെങ്കിൽ, ഇത്രയും പറഞ്ഞതാണ് ശരിയെങ്കിൽ അൽഹംദുലില്ലാഹ്, ആ മാറ്റം സ്വാഗതാർഹമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് സന്തോഷകരമായ ഒരു മാറ്റമാണത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായല്ലത് പറയുന്നത്. ഈ പറഞ്ഞതെങ്കിലും കളവാണ്, പച്ചക്കള്ളം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, മാന്യത ചമഞ്ഞുകൊണ്ട് ഞാൻ ഗുണകാംക്ഷിയാണ്